അന്തർദേശീയ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് റേഡിയോ ദിനാചരണവും പ്രശ്നോത്തരിയും നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് റേഡിയോ ദിനാചരണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബിഷപ്പ് മൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എന്ത് വിവരം ലഭിക്കണമെങ്കിലും വാർത്ത കേൾക്കണമെങ്കിൽ ഒന്നുമല്ല, ഞങ്ങളെപ്പോലുള്ളവർ അന്നത്തെ കാലഘട്ടത്തിൽ ക്രിക്കറ്റ് ഫാൻസ് ആയിരുന്നു. ക്രിക്കറ്റിന്റെ ഒരു സ്കോർ അറിയാൻ എത്രമാത്രം താല്പര്യപ്പെട്ട ഒരു ട്രാൻസിസ്റ്റർ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു കാലഘട്ടം. കാരണം ക്രിക്കറ്റ് ഇന്ന് നമുക്കറിയാം, ഏത് ചാനൽ എടുത്താലും എങ്ങനെയാണെങ്കിലും ഒക്കെ നമുക്ക് ക്രിക്കറ്റ് കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രിക്കറ്റിന്റെ സ്കോർ കേൾക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നു. ഏത് ഓഫീസിൽ ചെന്നാലും വീടുകളിൽ ചെന്നാലും എവിടെ ചെന്നാലും ഒരു റേഡിയോയുടെ ചുറ്റും ധാരാളം ആൾക്കാർ ഇങ്ങനെ ചുറ്റുവട്ടത്തിരുന്ന് വാർത്ത കേൾക്കുന്നതും സ്കോർ കമന്ററി കേൾക്കുന്നതും ഒക്കെ ഇപ്പോൾ ഒന്ന് ഓർത്തു പോവുകയാണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, ഈ എല്ലാ കാര്യത്തിലും അന്ന് ഏക ആശ്രയം റേഡിയോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ 1970, 80 എനിക്ക് തോന്നുന്നു ഒരു 2000-ന് ശേഷമാണ് ടി വി ഇത്രത്തോളം പ്രസിദ്ധമായത് കേരളത്തിൽ. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വീടുകളിലും ഒരു ടി വിയിലേക്ക് നമ്മൾ കടന്നത്. ഇന്റർനെറ്റ്, നമുക്ക് സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോൾ പുതിയ പുതിയ സാങ്കേതിക മാർഗങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ ശരിക്കും ഇന്ന് നമ്മൾ ആഘോഷിക്കേണ്ട ഒരു റേഡിയോ ദിനം, റേഡിയോ എത്രമാത്രം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാന്ത്വനം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ അധ്യക്ഷനായി. മുൻ ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര ക്ലാസ് നയിച്ചു. ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുസേവന പ്രക്ഷേപണ മാധ്യമം എന്നുള്ളതിൽ ആകാശവാണി, പ്രത്യേകിച്ച് മലയാളം പ്രക്ഷേപണം, തിരുവനന്തപുരം ആകാശവാണി അതിന്റെ പ്രവർത്തനത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന വർഷം കൂടിയാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തം. ഒരു കാലത്ത് ഞാൻ ശ്രീ രാമേന്ദ്രൻ പറയായിരുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് റേഡിയോ മാത്രമുള്ള ഒരു കാലത്ത്. അന്ന് യുദ്ധം 1974 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും, ഈ നാട്ടിലെ സമ്പന്നമായ വീടുകളിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. ആ വീടുകളുടെ മുന്നിൽ, ആ വീടിന്റെ നടുത്തളത്തിലും ആ വീടിന്റെ മുറ്റത്തും വലിയ ചിക്കുവായ വിളിച്ചിട്ട് ആളുകൾ ഇരിക്കുകയാണ് റേഡിയോയിലെ വാർത്തകൾ. ഇന്ത്യയുടെ സൈന്യം എവിടെ വരെ എത്തി, നമ്മൾ എവിടെ നിൽക്കുന്നു, കുക്രി എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയതൊക്കെ ആ റേഡിയോയിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. സാന്ത്വനം സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി, നാഷണൽ സർവീസ് സ്കീം കോഓർഡിനേറ്റർ പ്രൊഫസർ ആദർശ്, സാന്ത്വനം ഭാരവാഹികളായ സുരേഷ് തോട്ടത്തിൽ, ആർ ശശിധരക്കുറുപ്പ്, രാധാകൃഷ്ണൻ സുദർശനം, വിമല ദേവൻ, മധുകുമാർ, ചിത്രാഞ്ജലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശ്നോത്തരിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.